എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗ്രൂപ്പിലെ 3 അമ്മമാരുടേതാണ് പറയാൻ പോകുന്നത് അനുഭവങ്ങൾ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത അമ്മയുടെ പറയാണ്. എന്താ കഥ? ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം ശ്രീകാന്ത് സാർ. സാറെന്ന് സംബോധന ചെയ്തപ്പോൾ സാറിൻ്റെ അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ സാറെന്ന് വിളിക്കുന്നത് എന്ന്. ഞാൻ നിങ്ങളുടെ പ്രായത്തെ അല്ല കേട്ടോ ബഹുമാനിക്കുന്നത്, നിങ്ങൾക്ക് തരുന്ന സ്ഥാനമാണ്. ഞാൻ ത്രിമധുരം കുടുംബത്തിലെ ഒരു അംഗമാണ് കേട്ടോ. പേര് വെളിപ്പെടുത്തുന്നില്ല. എൻ്റെ മക്കൾ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തവരാണ്. അവർക്കും ഞാൻ ത്രിമധുരത്തിലെ അനുഭവ വീഡിയോകൾ ഇട്ട് കൊടുക്കാറുണ്ട്. മാറ്റം അവരിലുണ്ടാവട്ടെ എന്ന് കരുതിയിട്ടോ. ഞാൻ വലിയ കൃഷ്ണഭക്തിയൊന്നും അല്ലായിരുന്നു. ത്രിമധുരത്തിൽ വരുന്നതിന് മുമ്പേ ഞാൻ 7 വർഷം നമശിവായ എന്ന ഭക്തി ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. ആ ഗ്രൂപ്പിൽ വെച്ചാണ് കണ്ണൻ്റെ ഉച്ചപൂജാലങ്കാരത്തെക്കുറിച്ച് അറിയുന്നത്. എനിക്ക് കണ്ണൻ തന്ന ഒരു അനുഭവം ഇനി പറയട്ടെ. 2025 ഡിസംബർ 12 കണ്ണൻ്റെ അലങ്കാരം ഭസ്മക്കൊട്ടയും പിടിച്ചു വരുന്ന അലങ്കാരമായിരുന്നു. 7 വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെയുള്ള അലങ്കാരം കണ്ടിട്ടേയില്ല. ഞാൻ കുഞ്ഞുനാൾ തൊട്ട് നെറ്റിയിൽ ഭസ്മം തൊടുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ നെറ്റിയിൽ ഭസ്മം തൊട്ട് ഒരു തുളസിക്കതിർ പറിച്ച് മുടിയിൽ ചൂടി കണ്ണാ വാ അമ്മയുടെ കൂടെ എന്നും പറഞ്ഞാണ് പോകാറ്. ഭസ്മം തീർന്നു, വാങ്ങാൻ മറന്നുപോയി. ഡിസംബർ 10 രാവിലെ ഭസ്മം തൊടാൻ നോക്കുമ്പോൾ ഭസ്മം ഇല്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞു. 12 ഉച്ചപൂജാലങ്കാരം വന്നതോ ഭസ്മക്കൊട്ട പിടിച്ചിട്ട്. അന്ന് ഉച്ചയ്ക്ക് ഞാൻ കുടിക്കുന്ന വെള്ളത്തിന് ഭസ്മത്തിന്റെ ചുവ. ഞാൻ എന്താ പറയുക, എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ കണ്ണൻ്റെ മായാലി ഇലകൾ തന്നെയെല്ലാം. അനുഭവം എഴുതാത്തത് എന്താണ് എന്ന് ഇന്നലെ ആരോ എന്നോട് ചോദിക്കുന്നത് പോലെ തോന്നി. എൻ്റെ പൊന്നുണ്ണിക്കണ്ണ, ആ ഭസ്മക്കൊട്ട പിടിച്ചു വന്നത് ഈ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. ആ ദിവസം ഞാൻ എൻ്റെ പൊന്നുവിൻ്റെ അലങ്കാരം എഴുതിയില്ല. ഞാൻ എന്താണ് കണ്ണ എഴുതേണ്ടത്? എൻ്റെ കണ്ണൻ്റെ മായ തന്നെ. കണ്ണു നിറയുന്നു ടൈപ്പ് ചെയ്യുമ്പോൾ. സാർ ഒത്തിരി വലുതായി പോയെന്ന് എനിക്കറിയാം. ഇത് സാറിൻ്റെ ശബ്ദത്തിൽ ഭക്തരെ അറിയണം. ഹരേ കൃഷ്ണ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പേര് പറയാൻ എൻ്റെ നാവിൻ തുമ്പിൽ വരുന്നു, പക്ഷെ അത് പറയുന്നില്ല. മക്കളൊന്നും ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും അമ്മയ്ക്ക്. മക്കൾക്ക് അമ്മയുടെ അനുഭവവും ഭക്തിയൊക്കെ ഇഷ്ടം തന്നെയാണ്. അത് പിന്നെ മക്കളുടെ ജീവിതത്തിൽ എങ്ങനെ മുഴുകുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു അനുഭവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലമൊന്നും ആ ഭസ്മക്കൊട്ടയും പിടിച്ചു വരുന്ന കണ്ണനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ അമ്മയ്ക്ക് വേണ്ടിയായിരിക്കാമല്ലേ അമ്മയുടെ ആ ഭസ്മം തൊടാൻ ഭസ്മം ഇല്ലാതായതും എല്ലാം കൊണ്ടും. എന്താ കഥ! എനിക്കൊന്നും പറയാനില്ല. അത്രയും മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നു. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരാൻ ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇനി മുതൽ നമ്മൾ ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകൾക്ക് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അംഗത്വം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ. കുറേ സമാന പദ്ധതികളും ഉജാലങ്കാരമൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.